കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. 2004-ൽ പാപ്പിനിശ്ശേരി മുഖ്യ കേന്ദ്രമായി തുടങ്ങിയ ആയിഷ ഗോൾഡിന്റെ ബ്രാഞ്ചുകൾ പൂട്ടി നിക്ഷേപകരുടെ പണവുമായി മുങ്ങിയതായി നിക്ഷേപകർക്കായി നിയമപോരാട്ടം നടത്തുന്ന മനുഷ്യാവകാശ പ്രവർത്തക സാജിദ ഹാരിസ് പറഞ്ഞു. കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. സാധാരണക്കാർ, മാരക രോഗം കൊണ്ട് വലയുന്നവർ, വീട്ടമ്മമാർ, വിവിധ തൊഴിലാളികൾ, പ്രവാസികൾ തുടങ്ങിയവരിൽ നിന്നും നിക്ഷേപമായി 10 കോടി രൂപയും അതിലേറെ സ്വർണവും തട്ടിയെടുത്തിരിക്കുകയാണ് ജ്വല്ലറി ഉടമകൾ. പാപ്പിനിശ്ശേരിയിൽ 2004-ലാണ് അഷ്റഫ് എന്നയാൾ ആയിഷ ഗോൾഡ് തുടങ്ങിയത്. ഇദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഒന്നിലധികം സ്കീമുകൾ പരസ്യം ചെയ്താണ് ഇവർ നിക്ഷേപങ്ങൾക്ക് പണവും സ്വർണവും സ്വീകരിച്ചത്. 1 ലക്ഷം നിക്ഷേപിച്ചാൽ പ്രതിമാസം 9,000 രൂപ ലാഭം നൽകാമെന്നും കയ്യിലുള്ള പഴയ സ്വർണം നിക്ഷേപിച്ചാൽ പണിക്കൂലിയില്ലാതെ പുതിയ സ്വർണം തിരിച്ചെടുക്കാമെന്നും വാഗ്ദാനം ചെയ്തായിരുന്നു പണം പിരിച്ചത്. 70-ലേറെ പേരാണ് ഈ കാര്യത്തിൽ പരാതിയുമായി രംഗത്തു വന്നത്. 2021-ൽ അഷ്റഫിന്റെ മരണം വരെ ഡിവിഡന്റ് കൃത്യമായി നൽകിയിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഭാര്യയുടെയും 4 മക്കളുടെയും പേരിൽ സ്വത്തുക്കളൊക്കെ മാറ്റുകയും ചെയ്തു. 2021-ന് ശേഷം ആർക്കും ഡിവിഡന്റ് കിട്ടാതായതിനെ തുടർന്നാണ് പരാതിയുടെ തുടക്കം. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി, വളപട്ടണം പോലീസ് എന്നിവർക്കൊക്കെ പരാതി നൽകിയിട്ടുണ്ട്. ഉന്നത തലങ്ങളിൽ നിന്നും കുറ്റാരോപിതർക്കെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശമുണ്ടായെങ്കിലും വളപട്ടണം പോലീസിൽ നിന്നും കാര്യമായ നീക്കങ്ങൾ ഉണ്ടായില്ല. പൂട്ടിയ 11 ജ്വല്ലറിയുടെ സ്വർണവും ഡയമണ്ടും സിൽവറും വിദേശത്തേക്ക് ഇവർ മാറ്റിയതായി സൂചനയുണ്ട്. 2024 ജനുവരിയിൽ ജ്വല്ലറിയുടെ പുതിയ മാനേജ്മെന്റ് പ്രതിനിധികൾക്കെതിരെ നൽകിയ പരാതിയിൽ 2 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല. ജ്വല്ലറിയുടെ സ്വത്തുക്കൾ ഉടനെ കണ്ടെത്തുകയും നടത്തിപ്പുകാരുടെ സമ്പാദ്യങ്ങൾ ഏറ്റെടുത്ത് നിക്ഷേപകർക്ക് നൽകാൻ പോലീസ് തയ്യാറാകണമെന്നും ഈ കാര്യത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സാജിദ ഹാരിസ് അറിയിച്ചു. പ്രത്യേകം എടുത്തു പറയാനുള്ളത് 11 ജ്വല്ലറി ഉണ്ട് ഇവിടെ കണ്ണൂർ ജില്ലയുടെ അകത്ത്. 11 ജ്വല്ലറിയും അവരടച്ചു. ഇതിലെ സ്വർണവും ഡയമണ്ടും സിൽവറും എവിടെയെന്നാണ് നമുക്കത് കണ്ടെത്തേണ്ടത് തന്നെ ഉണ്ട്. അത് ഇൻവെസ്റ്റേഴ്സിന്റെ കടമയല്ല, ഇൻവെസ്റ്റേഴ്സിന്റെ ആവശ്യവും നീതിയുമാണ്. അത് കണ്ടെത്തേണ്ടത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഇനി എന്തുകൊണ്ടാണ് ഇത് കണ്ടെത്താതെ കണ്ണടച്ച് നിൽക്കുന്നതെന്നും നമുക്ക് ചില രീതിയിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അവസരത്തിൽ ഞങ്ങളത് തുറന്നു പറയും. പാപ്പനശ്ശേരി പഞ്ചായത്തിൻ്റെ അകത്ത് സ്വത്തുക്കൾ, വസ്തുക്കൾ ഉണ്ട് എന്നുള്ള ഏറ്റവും വലിയൊരു തെളിവായ വിവരാവകാശ നിയമപ്രകാരം ഞാൻ കഴിഞ്ഞ 2-3 മാസം മുന്നേ എടുത്തൊരു രേഖയാണിത്. ഒറിജിനൽ രേഖയാണ്. ഇവർക്ക് സ്വത്തുക്കൾ ഇനിയും 5 കെട്ടിടങ്ങളും അതുപോലെ മറ്റുള്ള വസ്തുക്കൾ ഉണ്ട് എന്നുള്ളത് നിലവിലുണ്ട്. അപ്പം ഈ സ്വർണം 11 ജ്വല്ലറിയുടെ സ്വർണം, ഡയമണ്ട്, അതുപോലെ ഇതൊക്കെ സിൽവറൊക്കെ എവിടെ പോയി എന്നാണ് നമുക്ക് അറിയേണ്ടത്. എന്തുകൊണ്ടാണ് 2021-ൽ നിക്ഷേപിച്ച നിക്ഷേപകർ, പാവപ്പെട്ട ജനങ്ങളുടെ, അതും 2021-ന് ശേഷം കൊടുത്ത റെസിപ്റ്റാണിത്. യാതൊരു വാല്യൂ ഇല്ലാത്ത റെസിപ്റ്റാണ്. സാധാരണക്കാരൻ ജനങ്ങൾ പോയി പെട്ടതാണ്. പണം നഷ്ടപ്പെട്ട നിക്ഷേപകരായ KV സറീന, K ഹസീന, VP സത്യൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.